ഗായ്സ്, എല്ലാവർക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യുന്നത്. കാരണം എന്റെ മുടിയുടെ സീക്രട്ട് എന്താണ്, ഞാൻ എന്താണ് തലയിൽ തേക്കുന്നത് എന്ന് പലരും ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. താരൻ അഥവാ ഡാൻഡ്രഫ്, പിന്നെ അകാല നര, അതുപോലത്തേനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം. സാധാരണ ഞാനാണെങ്കിൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കാറില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറ്. പിന്നെ കാച്ചിയ എണ്ണയാണ് ഞാൻ കൂടുതലും തലയിൽ തേക്കാറ്. അത് നമ്മളുടെ മുടി വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന അതാണ്. എനിക്ക് എന്റെ അമ്മാമ്മയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ വെളിയിൽ കുട്ടയും കൊണ്ട് പോവാണ്. നമ്മളുടെ മുറ്റത്ത് തന്നെ ചെമ്പരത്തി ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഇലയും പൂവും പറിക്കാം. അത്യാവശ്യം മുറ്റിയ ഇല തന്നെ നമ്മൾ പറിക്കണം. ഞാൻ നല്ല നല്ല ഇല നോക്കി പറിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല നീറ്റായിട്ടുള്ള ഇല വേണം എടുക്കാൻ. അതുമല്ലാതെ നമ്മൾ താളിക്ക് അരയ്ക്കാൻ എടുക്കുമ്പം അതിൻ്റെ തണ്ട് മാക്സിമം ഉപയോഗിക്കാതിരിക്കണം. അപ്പോൾ നമ്മൾ ഇലയൊക്കെ എടുക്കുവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പൂ ഒക്കെ ഇടാം. അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ച് നോക്കിയപ്പോൾ ചെമ്പരത്തിയിൽ പൂവൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിൽ പുഴുവുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വേണം എടുക്കാനായിട്ട്. മാക്സിമം തണ്ട് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇലയിൽ. പിന്നെ നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കണം. അതിൽ വലയോ മറ്റോ ഉണ്ടെങ്കിൽ പറ്റൂല, അതുകൊണ്ട് നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കണം. വേണമെങ്കിൽ കുറച്ച് സൂര്യപ്രകാശം കൂടെ കാണിച്ചതിന് ശേഷം നമ്മൾ അപ്പോൾ അടുക്കളയിലോട്ട് കൊണ്ടുപോവാണ്. അതിനുശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ജാറിൽ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ചെമ്പരത്തി ഇല ഇടുവാണ്. അതിനുശേഷം അമ്മയെടുത്ത് അരയ്ക്കാൻ കൊടുത്തു. അടുക്കൽ ഒരു പാത്രം എടുത്ത് വെക്കണം. അതിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കോട്ടൺ തുണി എടുത്ത് വെക്കണം. അല്ലെങ്കിൽ സാധാരണ അത് എടുത്ത് തലയിൽ പുരട്ടിയാലും മതി. അപ്പോൾ നമ്മൾ അരിച്ചാണ് എടുക്കുന്നത് നമ്മൾ. അപ്പോൾ അത് ഇങ്ങനെ കോട്ടൺ തുണിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കും. അപ്പോൾ കൂടുതൽ കൊത്താണെങ്കിൽ നമ്മൾ കുളിക്കുമ്പം നമ്മളുടെ തലയിൽ വരില്ല. കൊത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊത്തുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ആദ്യത്തെ എടുക്കാം. നമ്മളിത് തുണി വെച്ച് അരിച്ചെടുത്തതാണ്. ഇത് നല്ല വെള്ളം പോലെ ഇരിക്കും. ഇത് വേറെ പ്രത്യേകിച്ച് മുടിയിലൊന്നും ഒട്ടിയിരിക്കില്ല. നമ്മളുടെ മുടിയിലെ ഓരോ വതുപ്പിലും നമ്മൾ ഇതുപോലെ താളി ഉപയോഗിച്ച് തേക്കണം. അതായത് ആ മുടിയുടെ വേരിൽ. എന്നാൽ മാത്രമേ അത് നല്ലപോലെ വളരത്തുള്ളൂ. നമ്മൾ തലമുടി അത്രയും ഇങ്ങനെ തേച്ച് പറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മയാണ് തേച്ചത്. ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. തോത്തിയിട്ട് നമുക്ക് അറിയാൻ പറ്റൂ. നമുക്ക് നേരത്തെ കട്ട് ഇപ്പൊ വെയിറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ മുടിയിലുള്ള അഴുക്ക് അതുപോലെയൊക്കെ ഇളവും. നമ്മളിപ്പോൾ കുളിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എത്ര മാത്രം അഴുക്കാണ് നമ്മളുടെ തലയിലുള്ളതെന്ന്. ഭാരം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്.